സോ നമ്മൾ ഇപ്പോൾ എഡ്ജ് പീസുകളും സോൾവ് ചെയ്തു, ബേസ് സോൾവ് ചെയ്തു. ഇത്രയും വൃത്തിയായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് ക്യൂബ് കണ്ടു കഴിഞ്ഞാൽ. സോ നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇവിടെ ഒരു യെല്ലോ ക്രോസ് ഉണ്ടാക്കണം. ഇവിടെ ഒരു യെല്ലോ ക്രോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിന് ചെയ്യേണ്ട പരിപാടികളൊന്ന്, ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് അത്. അതായത് വേറെ ഒന്നുമില്ല, നോക്കുക ഇവിടെ എന്തെങ്കിലും യെല്ലോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. യെല്ലോ ഉണ്ടെങ്കിൽ, ഇതാ ഈ പറയുന്ന ഷേപ്പിൽ യെല്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ പറയുന്ന ഷേപ്പിൽ ഇരിക്കുന്ന ആ രണ്ട് ലെയറിനെയും കൂടെ വലത്തോട്ട് തിരിക്കുക. റൈറ്റിലോട്ട് തിരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മൂവ്മെൻറ്റ്, റൈറ്റിലോട്ട് തിരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മൂവ്മെൻറ്റ്, റൈറ്റ് സൈഡ് ഒന്ന്, ടോപ്പ് റൈറ്റിലോട്ട്, റൈറ്റ് തിരിച്ച്, ടോപ്പ് തിരിച്ച്, എന്നിട്ട് നമ്മൾ ആ തിരിച്ച് രണ്ട് ലെയറിനെ തിരിച്ച് കൊണ്ടുവരിക. കണ്ടോ എന്ത് ഈസി ആയിട്ട് ഇവിടെ ഒരു ക്രോസ് വന്നു യെല്ലോയുടെ. എന്ത് ഈസി ആയിട്ട് വന്നു യെല്ലോയുടെ ഒരു ക്രോസ്. സോ ഇത്ര ഈസിയാണ്. പക്ഷെ ബാക്കി ഒന്നും മാറുകയില്ല. നോക്കി അറിയാൻ പറ്റും, ബാക്കി കോമ്പിനേഷൻസ് ഒന്നും വ്യത്യാസം വരത്തുമില്ല. സോ ഇതാണ് യെല്ലോ ക്രോസ് ഉണ്ടാക്കുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യുന്നത്, ഇനി ഇവിടെ നിന്ന് രണ്ട് രീതിയിൽ ഇനി സോൾവ് ചെയ്യാൻ പറ്റും ക്യൂബിനെ. അതിൽ ഒരെണ്ണം ഏറ്റവും എളുപ്പമുള്ളതും ഞാൻ പറഞ്ഞു തരാം. ആദ്യമായി നമുക്കതിനെപ്പറ്റി അറിയുക. നമുക്കിവിടെ യെല്ലോ ക്രോസ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന എഡ്ജ് പീസിനെ മാച്ച് ആക്കുക എന്നുള്ളതാണ്. എഡ്ജ് പീസുകളെല്ലാം മാച്ച് ആക്കുക. ഈ പറയുന്ന യെല്ലോയും ഈ പറയുന്ന സെൻട്രൽ കളറും ഇവിടെ ഈ പറയുന്ന സെൻട്രൽ കളറും വരിക. അതായത് ബ്ലൂ ഇങ്ങനെ വരിക ഇവിടെ. പക്ഷേ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പലയിടത്തും വ്യത്യാസങ്ങളുണ്ട് എന്ന്. അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഒന്ന്, ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കളർ മാത്രം മാച്ചാക്കി നിർത്തുക. ഇതിപ്പോൾ രണ്ട് കളർ മാച്ചാണ് അല്ലേ, അതായത് ബ്ലൂവും മാച്ചാണ്, റെഡ് മാച്ചാണ്. അതിന് വരെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് മാറ്റി നിർത്തി നോക്കുക. ഒരു സിംഗിൾ കളർ മാത്രം മാച്ചാക്കിയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പോൾ ഇതിൽ ഗ്രീൻ മാത്രമേ മാച്ചായിട്ടുള്ളൂ. ഗ്രീൻ മാത്രമേ മാച്ചായിട്ടുള്ളൂ, ബാക്കിയെല്ലാം വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ആ ഗ്രീനെ നമ്മൾ ഫേസ് ചെയ്ത് പിടിക്കുക. ഫേസ് ചെയ്ത് പിടിച്ചിട്ട് ഇനി പറയുന്ന മൂവ്മെൻറ്റ് ചെയ്യുക. ഒന്ന് റൈറ്റിലോട്ട്, രണ്ട് ടോപ്പ് റൈറ്റിലോട്ട്, ദെൻ റൈറ്റ് തിരിച്ച് ആക്കുക. നമ്മൾ സ്വാഭാവികമായിട്ടും നേരത്തെ പഠിച്ച മൂവ്മെൻറ്റ് വെച്ചിട്ട് ഈ ടോപ്പ് പീസ് തിരിച്ചാക്കാൻ ഒരു ടെൻഡൻസി വരും. പക്ഷേ അതിന് പകരം ടോപ്പ് പീസിനെ റൈറ്റിലോട്ട് തന്നെ വീണ്ടും ആക്കുക. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. വീണ്ടും റൈറ്റ് നേരെ ആക്കുക, ടോപ്പിലോട്ടാക്കുക. ടോപ്പിനെ നമ്മൾ 2 പ്രാവശ്യം തിരിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ തിരിച്ചാക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ വൈറ്റ് കമ്പൈൻ ചെയ്യുന്നത് കാണാൻ പറ്റും. തിരിച്ചാക്കുക, 1, 2, കണ്ടോ വൈറ്റ് കമ്പൈൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരെ റൈറ്റിനെ തിരിച്ചാക്കുക. സോ ഈ സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് നമുക്കറിയാം, ഗ്രീൻ ആയിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുക, ഓറഞ്ച് മാച്ച് ആയിട്ടുണ്ട്, ബ്ലൂ മാച്ച് ആയിട്ടുണ്ട്, റെഡ് മാച്ച് ആയിട്ടുണ്ട്. കണ്ടോ എഡ്ജ് പീസ് എല്ലാം മാച്ച് ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ മൂവ്മെൻറ്റ് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ സ്ലോ മോഷനിൽ ഇട്ട് നോക്കുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ.